Good morning. Morning. Good morning. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? Good morning, ma'am. ആണോ? നല്ല വിശേഷം. സുഖാണ്. നല്ല വിശേഷം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു. ഓക്കെ, അങ്ങനെ നിൽക്കുന്ന ഭാഗങ്ങള് അങ്ങനെ തന്നെ വായിച്ചു പോവാം കേട്ടോ. നെക്സ്റ്റ് പോർഷൻ ഏതാണ് നമ്മൾ എടുത്ത് നിർത്തിയത്? ടൈപ്സ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ വരെയാണ് അല്ലെ, നമ്മൾ ജനറ്റിക് ടെസ്റ്റിംഗ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നെക്സ്റ്റ് നോക്കാം കേട്ടോ. പേജ് നമ്പർ 46 ആണോ നിങ്ങളുടെ കയ്യിലുള്ളത്? സിഗ്നിഫിക്കൻസ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ പേജ് നമ്പർ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. ഞാൻ കിട്ടാത്തത് എന്തെങ്കിലും. ഓക്കെ, സിഗ്നിഫിക്കൻസ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ നോക്കാം. ഫിസിക്കൽ എക്സാമിനേഷൻ എന്താണ്, അതിന്റെ കൺസെപ്റ്റ് എന്താണ്, അതുപോലെ തന്നെ അതിന്റെ ടൈപ്സുകളാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയായിരുന്നു ടൈപ്സ്? ഓർക്കുന്നുണ്ടോ? ടൈപ്സ് എന്തൊക്കെയാ ഒന്ന് പറഞ്ഞു നോക്കി. ഏതൊക്കെ ടൈപ്സ് ആണ്? 4 തരത്തിലുള്ള ടൈപ്സ് ആണ് നമ്മൾ പഠിച്ചത് അല്ലെ? ഏതൊക്കെയാണ് ടൈപ്സ്?
കൊടുക്കുന്നില്ലേ? ടൈപ്സ് എന്തൊക്കെയാണ്? ഏതൊക്കെയാണ്? 4 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ഇതിന്റെ പേരുകൾ പറഞ്ഞേ? ഡ്രഗ് ടെസ്റ്റിംഗ്, പിന്നെ ഡ്രഗ് ടെസ്റ്റിംഗ് ഉണ്ടായിരുന്നു. HIV ഉണ്ടായിരുന്നു. പിന്നെ HIV ആൻഡ് എയ്ഡ്സ് ടെസ്റ്റിംഗ്, പിന്നെ സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റിംഗ്, ലാസ്റ്റ് വൺ എന്താണ്? ജനറ്റിക് ടെസ്റ്റിംഗ് അല്ലെ. 4 തരത്തിലുള്ള ടെസ്റ്റിങ്ങുകളാണ് നമ്മൾ പഠിച്ചത്. ഇനി നോക്കാം സിഗ്നിഫിക്കൻസ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻസ്. ഫസ്റ്റ് പോയിന്റ് ആണ്, 5 പോയിന്റ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാധാന്യം. ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത് കൊണ്ടുള്ള പ്രാധാന്യം എന്തൊക്കെയാണ് എന്നതാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കാം. It eliminates candidates that are not physically able to perform basic functions of the job. എന്താ പറയുന്നത്? It eliminates candidates that are not physically able to perform basic functions of the job. അല്ലെ? കാൻഡിഡേറ്റിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഏതാണ് ജോബ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ആളാണ് നമുക്ക് ആ ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് മനസ്സിലാക്കുന്നതിലൂടെ എന്താണ് ആ കാൻഡിഡേറ്റിനെ അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ജോലിയിൽ പ്രവേശിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഓർഗനൈസേഷന് യോജിച്ച ആളല്ല അല്ലെ? ഇങ്ങനെയുള്ള ഫിസിക്കൽ എക്സാമിനേഷൻസ് നടത്തുന്നതിലൂടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ജോബിലേക്ക് അയാളെ വില്ലിങ് അല്ല അല്ലെങ്കിൽ പറ്റില്ല, അയാളെ കൂടെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്ത് കളയുക. Existing disabilities are discovered by physically examining the candidate at the time of hiring. It helps the organization to gather information related to the employee's health. The main objective behind the physical examination is to save companies from the various legal and ethical matters related to workman's compensation. ഇവിടെ പറയുന്നത് എന്താണ്? Existing disabilities are discovered by the physical examinations. The candidate at the time of hiring, it helps the organization gather the information employees health. എന്താണ്? നമുക്കറിയാമല്ലേ ഈ ഇങ്ങനെയുള്ള ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത് വഴി എംപ്ലോയീസിന്റെ ഹെൽത്ത് എത്രത്തോളം നല്ല രീതിയിലാണ് ഫിറ്റാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് വഴി ആ ജോബിലേക്ക് അവൻ വില്ലിങ് ആയിരിക്കോ, അവനെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താ പറയുന്നത്? Behind the physical examination is to solve the companies from the various legal and ethical matters related to the workman's compensation. ഇനി കാൻഡിഡേറ്റിനെ ശാരീരികമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഫിസിക്കൽ എക്സാമിനേഷൻ വഴി പരിശോധിച്ചിട്ടാണ് നമുക്ക് എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ അല്ലെങ്കിൽ ഫിസിക്കലി ഫിറ്റ് ആണോ എന്ന് നമ്മൾ കണ്ടെത്തുന്നത്. ഇനി ആ സമയത്ത് എന്താണ് ജോലിക്കാരുടെ ആരോഗ്യപരമായിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, സ്ഥാപനത്തിന് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ശാരീരിക പരിശോധനയ്ക്ക് പിന്നാലെ അതിന്റെ പ്രധാനമായിട്ടുള്ള മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴിലുടമകളുടെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ നഷ്ടപരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ നിയമപരവും ധാർമ്മികവുമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് കമ്പനിയെ രക്ഷിക്കുക. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു, ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത ഒരാളെ നമ്മളെ കമ്പനിയിലേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അയാൾക്ക് നമ്മൾ ജോലി ചെയ്യുമ്പോൾ, ആ കമ്പനിയിൽ വന്ന് ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയാൾക്ക് കോമ്പൻസേഷൻ കൊടുക്കണം. അപ്പൊ അതിൽ നിന്ന് ഈ കമ്പനിയെ രക്ഷിക്കാനായിട്ട് ഈ ഫിസിക്കൽ എക്സാമിനേഷൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ ഫിസിക്കലി ഫിറ്റ് ആണോ അല്ലെങ്കിൽ ഈ ജോബ് ചെയ്യാനായിട്ട് ആള് പറ്റോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള ആളുകളെയാണ് ഫിസിക്കൽ എക്സാമിനേഷൻ വഴി കമ്പനിയിലേക്ക് സെലക്ട് ചെയ്തെടുക്കുന്നത്. Those infit with the
deadly diseases are excluded from recruitment. എന്താ പറയുന്നത്, മാരകമായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ചവരെ, അങ്ങനെയുള്ള ആളുകളെ നിയമനത്തിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. ഇനി എന്താ, ഇറ്റ് protects the job applicants from performing job that are dangerous and prejudicial to their health. എന്താ പറയുന്നത്, ജോലി അപേക്ഷകരെ അവരുടെ ആരോഗ്യത്തിന് അപകടകരം ദോഷകരവുമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നുണ്ട്. അവരുടെ ആരോഗ്യം നോക്കിയിട്ട് വേണം നമുക്ക് ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് അത്തരത്തിലുള്ള ജോലികൾ വേണം കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്താണ്, ആരോഗ്യത്തിന് അപകടകരവും ദോഷകരവുമായിട്ടുള്ള ജോലികൾ ചെയ്യിക്കുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നുണ്ട്. ജോലി അപേക്ഷകരെ അവരുടെ ഈ ഫിസിക്കലി ഈ എക്സാമിനേഷൻ വഴി എന്താണ്, ആ അപേക്ഷകരെ അവരുടെ ആരോഗ്യത്തിന് അപകടകരവും ദോഷകരവുമായിട്ടുള്ള ജോലിയിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഇനി എന്താ പറയുന്നത്, ഫിഫ്ത് പോയിന്റ്, ഇറ്റ് അസിസ്റ്റ് in placing candidates in accordance with their health issues. For example, the candidate with the chronic bronchitis will be placed in a job with the less exposed to high level of dust and irritating fumes. എന്താ പറയുന്നത്, ബ്രോഞ്ചൈറ്റിസ് ശ്വാസതടസ്സമുള്ള ഒരാളെ അല്ലെ, ഉദ്യോഗാർത്ഥികളുടെ കാൻഡിഡേറ്റിന്റെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് എന്താണ് അവരെ നിയമിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഈ ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ അറിയാൻ പറ്റും അല്ലെ, അവർക്ക് എന്താണുള്ളത്. എന്തെങ്കിലും ഇപ്പോ ഡസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൊടിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചിലർക്ക് അലർജീസ് ഒക്കെ വരാം ഇല്ലേ അല്ലെ, മാസ്ക് ഒക്കെ വെച്ച് പോകുന്നത് കാണാം അല്ലെ നമ്മള്. ചിലർക്ക് ഭയങ്കര എന്താണ് പൊടി, ചിലപ്പോ കമ്പനീസിൽ അല്ലെങ്കിൽ തുണികളുടെ പൊടികളൊക്കെ ഉള്ളത് കൊണ്ട് അവർ മാസ്ക് വെച്ചൊക്കെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് ഇരിക്കുന്നത് കാണാറുണ്ടോ എവിടെയല്ലേ, ശ്രദ്ധിക്കാറുണ്ടോ നിങ്ങള്? അപ്പൊ അങ്ങനെയുള്ള ചിലർക്ക് പൊടി അലർജി ആയിരിക്കാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചില അലർജികൾ ഉള്ളവരുണ്ടാവും. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ബ്രോഞ്ചൈറ്റിസ് ഇവിടെ പറയുന്നത് ഇങ്ങനെയുള്ള എന്താണ് ക്രോണിക് ആയിട്ടുള്ള ബ്രോഞ്ചൈറ്റിസ് ഉള്ള കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഉയർന്ന അളവിലുള്ള പൊടിയോ പുകയോ, ഫ്യൂംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടി പുകകൾ, അപ്പൊ അങ്ങനെ പുകകളൊക്കെ ഉണ്ടെങ്കിൽ അതെന്താണ് വളരെ എളുപ്പത്തിൽ ഏൽക്കാത്ത രീതിയിലുള്ള ജോലികളായിരിക്കണം ചെയ്യിക്കേണ്ടത് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയുള്ള ശ്വാസതടസ്സമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവരുടെ ആ ഡിസീസസ് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എന്താണ് അങ്ങനെയുള്ള ഈ പൊടികളിൽ നിന്നും അല്ലെങ്കിൽ പുകകളിൽ നിന്നൊക്കെ അവരെ അകറ്റി നിർത്തി അങ്ങനെയുള്ള അവരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ജോലികൾ വേണം ആളുകൾക്ക് കൊടുക്കാൻ. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? 5 പോയിന്റ് കേട്ടോ, ഒന്ന് വായിച്ചു നോക്കാം. വായിച്ചു നോക്കാം കേട്ടോ.
വായിച്ച് മനസ്സിലാക്കാട്ടോ. 5 പോയിന്റ്സ് ആണ് സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയുന്നത്. ആക്ച്വലി ഇത് കമ്പ്യൂട്ടർ കേട്ടോ. നെക്സ്റ്റ് പോർഷനിലോട്ട് പോവാം നമുക്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് റഫറൻസ് ചെക്ക്. എന്താണ് റഫറൻസ് ചെക്ക് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. റഫറൻസ് നമ്മള് ഏതൊരു റെസ്യൂമോ വെക്കുമ്പോഴും നമ്മൾ റഫറൻസ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലെ, വെക്കാറുണ്ടല്ലേ, വെക്കാറുണ്ടോ? എന്താണ് റഫറൻസ് എന്ന് പറഞ്ഞാല് സി വി ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ സി വിയിലൊക്കെ നമ്മൾ വെക്കാറുണ്ട് റഫറൻസ് ചെക്ക് അല്ലെ. റഫറൻസ് എന്ന് പറയുന്നത് എന്താണ് റഫറൻസ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം റഫറൻസ്? ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുന്നത് അല്ലെ. ഓക്കെ, നമുക്ക് നോക്കാം. റഫറൻസ് ചെക്ക്, പ്രോസസ് ഓഫ് കളക്ടിങ്, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. പ്രോസസ് ഓഫ് കളക്ടിങ് ആൻഡ് വെരിഫൈയിങ് ക്രിമിനൽ റെക്കോർഡ്സ്, commercial records and financial records of the individual is known as reference check. Underline cheya, first line underline cheya. It is also known as background check and accident check. Underline cheya ട്ടോ. ചോദിക്കാറുണ്ട് റഫറൻസ് ചെക്കിന്റെ മറ്റൊരു പേരെന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. അതുപോലെ റഫറൻസ് ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? The process of collecting and verifying criminal records, commercial records, and financial records of an individual is known as reference check. നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. ഞാൻ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ എന്താണ്? ക്രിമിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ റഫറൻസ് ചെക്കിലൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യലുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. വരുമാനം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്. പിന്നെന്താണ്? These checks are commonly used by the employer to bring out more information about the candidate's qualification, fitness, character, working, etc. എന്താണ്? റഫറൻസ് ചെക്കിങ്ങിലൂടെ എന്താണ്? ക്വാളിഫിക്കേഷൻസ് അറിയാൻ പറ്റും അല്ലെ. ആരാണ് ഇത് കോമൺലി യൂസ് ചെയ്യുന്നത്? റഫറൻസ് ചെക്ക് ആരാണ്? എംപ്ലോയർ. നമ്മളിപ്പോ ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളാണ് എംപ്ലോയർ എന്ന് പറയുന്നത് അല്ലെ, ഇന്റർവ്യൂവർ അല്ലെ. അപ്പൊ ഇന്റർവ്യൂവർ അല്ലെങ്കിൽ എംപ്ലോയർ ആണ് നമ്മളോട് ചോദിക്കുന്നത് എല്ലാ കാര്യങ്ങളും അല്ലെ. നമ്മൾ സി വി കൊടുക്കുമ്പോൾ റഫറൻസ് ഉണ്ടെങ്കിൽ അതും കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്, ഫിറ്റ്നസ്, അതുപോലെ നമ്മുടെ ക്യാരക്ടർ, നമ്മൾ വർക്ക് ചെയ്യുന്ന മുൻപ് വർക്ക് ചെയ്തിരിക്കുന്ന കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസുകളും ഈ റഫറൻസിനോട് നമുക്ക് അറിയാൻ, ആ എംപ്ലോയർക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. These checks are also used to evaluate the potential hiring risk to safety and security purpose. നമുക്കറിയാം ഈ റഫറൻസ് പരിശോധിക്കുമ്പോൾ വിലക്ക് ക്രിമിനൽ റെക്കോർഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് അറിയാൻ പറ്റും അല്ലെ. ഇല്ലേ? എന്താണ് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്? അപ്പൊ എന്താണ്? ആ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇയാളെ ജോലിയിലോട്ട് എടുക്കണോ ഇല്ലയോ, നമ്മുടെ ഓർഗനൈസേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആകും. ഈ കാൻഡിഡേറ്റ് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുമോ, സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റോ എന്നുള്ളത് റഫറൻസ് ചെക്കിങ്ങിലൂടെ അറിയാൻ പറ്റും. അപ്പൊ അതെന്ന് പറയുന്നത് റഫറൻസ് ചെക്ക് എന്ന് പറയുന്നത് സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റിയുമായിട്ടുള്ള പർപ്പസ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഇനി എന്താ? എംപ്ലോയി accident verification tool is used to identify the information key
given by the candidate in relation to the previous employment. നമ്മൾ പറഞ്ഞതാണ് എന്താണ് മുൻപ് എന്തെങ്കിലും കമ്പനിയിലൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള എല്ലാ ഡീറ്റെയിൽസും റഫറൻസുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഡീറ്റെയിൽസും അല്ലെ അവിടെ വർക്ക് ചെയ്യുന്ന നമ്മൾ വർക്ക് ചെയ്യുന്നതിനുള്ള നമ്മൾ എല്ലാ കാര്യങ്ങളും ആ റഫറൻസിലൂടെ അറിയാനായിട്ട് പറ്റും. പ്രീവിയസ് എംപ്ലോയ്മെന്റിന്റെ കാര്യങ്ങൾ നമുക്ക് റഫറൻസ് ചെക്കിങ്ങിലൂടെ അറിയാൻ പറ്റും. വെരിഫിക്കേഷൻ ടൂൾ ആണ്. However, thorough verification of an individual's previous employment uses the several unreported employment falsification about the previous title and duties and employment gaps. നമുക്കറിയാൻ പറ്റും എന്താണ് ഇപ്പൊ മറ്റു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഫാൾസിഫിക്കേഷൻ എന്തെങ്കിലും തെറ്റുകൾ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എറേഴ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണെങ്കിൽ നമുക്ക് അതിലൂടെ അറിയാൻ പറ്റും. അങ്ങനെ ഈ റഫറൻസ് ചെക്കിങ്ങിന്റെ ഡേറ്റ് ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി എന്താ പറയുന്നത്, അതുപോലെ തന്നെ നമ്മളവിടെ വർക്ക് ചെയ്തിട്ടുള്ള നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്, എത്തരത്തിലുള്ള ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ആണ് നമുക്കുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസുകളും നമുക്ക് റെഫറൻസ് ചെക്കിങ്ങിലൂടെ അറിയാനായിട്ട് കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അപ് ടു ഡേറ്റ് ആയിട്ട് ഈ റെഫറൻസ് ചെക്കിങ്ങിലൂടെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി പർപ്പസ് ഓഫ് റെഫറൻസ് ചെക്കിങ്. റെഫറൻസ് ചെക്കിങ്ങിന്റെ പ്രാധാന്യം എന്താണ്? വെരിഫിക്കേഷൻ ഓഫ് ഇൻഫോർമേഷൻ given by job applicants. Sometimes job applicants may not give accurate information regarding previous employment, education in order to increase their employability. Thus, the reference is used to verify the information provided by the candidate regarding previous employment. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. എന്താണ് പ്രീവിയസ് എംപ്ലോയ്മെന്റ്, നമ്മൾക്ക് എന്താണ് മുൻപ് നമ്മൾ ജോലി ചെയ്തിരിക്കുന്ന കമ്പനിയിൽ നിന്നും ഇങ്ങനെയുള്ള ഈ റഫറൻസിലൂടെ അവിടെ നിന്ന് തരുന്ന റഫറൻസിലൂടെ ഈ കാൻഡിഡേറ്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസുകളും നമുക്ക് കിട്ടുന്നുണ്ട്. അതിലൂടെ അയാളുടെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് എന്തെങ്കിലും ഫാൾസിഫിക്കേഷൻസ് കാണിച്ചിട്ടുണ്ടോ, അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ റെഫറൻസ് ചെക്കിങ്ങിലൂടെ വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില എംപ്ലോയീസ് അല്ലെങ്കിൽ കാൻഡിഡേറ്റ് ഒക്കെ നമ്മള് ഡീറ്റെയിൽസ് ഒക്കെ നമ്മള് ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവരുടെ ആപ്ലിക്കേഷൻ ഫോം തരാറുണ്ട്. അവിടെ നിന്ന് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. ആണോ? ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടോ നിങ്ങളൊക്കെ? അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ചിലവർ ചിലപ്പോൾ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ കാണിച്ചിട്ട് വേറെ കമ്പനിയിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് വന്നവരായിരിക്കാം. അപ്പൊ അങ്ങനെ കാണിക്കുമ്പോൾ അവർക്ക് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും ഈ ഡീറ്റെയിൽസിൽ അവർ ഫില്ല് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് ഈ റഫറൻസ് ചെക്കിങ്ങിലൂടെ നമുക്ക് എന്താണ് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് ആ കാൻഡിഡേറ്റിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അതാണ് വെരിഫിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ given by job applicant. Okay, accurate ആയിട്ടുള്ള not give accurate information regarding previous employment. Okay, നമ്മൾ ചിലപ്പോൾ അവിടെ നിന്ന് വന്നിരിക്കുന്നത് എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ ഫിനാൻഷ്യൽ ലോസസ് ഒക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒന്നും നമ്മൾ ചിലപ്പോൾ എഴുതില്ല അവര്. കാരണം എന്താണ്, നമ്മൾ ജോലിക്ക് എടുത്തില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള റെഫറൻസ് ചെക്കിങ്ങിലൂടെ എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. ഇനി എന്താ ക്യാരക്ടർ ആൻഡ് ഇന്റർപേഴ്സണൽ കോമ്പറ്റൻസ്. ഇഫ് ഇന്റർപേഴ്സണൽ skill is essential for any job profile, thus that case the separate category should be present on the reference checker in order to obtain the detailed information. Example, HR coordinator, HR executive profile, etc. അപ്പോൾ ഇവിടെ പറയുന്നത് എന്തെങ്കിലും ജോലി പ്രൊഫൈലിന് വ്യക്തിപരമായിട്ടുള്ള കഴിവുകൾ അത്യാവശ്യമാണെങ്കിൽ വിശുദ്ധമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റഫറൻസ് പരിശോധനകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോ അങ്ങനെ റഫറൻസ് പരിശോധനകൾ ചെയ്യുന്നത് HR കോർഡിനേറ്റർ ആവാം, അതുപോലെ തന്നെ HR എക്സിക്യൂട്ടീവ് അങ്ങനെയുള്ളവരാണ് ഇങ്ങനെയുള്ള
ഈ ജോബുമായിട്ട് ബന്ധപ്പെട്ട് റഫറൻസ് ചെക്ക് വേണ്ടതായിട്ടുണ്ടെങ്കിൽ അവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ജോലി പ്രൊഫൈലിന് വ്യക്തിപരമായിട്ടുള്ള കഴിവുകൾ അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ, ഈ ജോബിന് അവൻ എടുത്തു കഴിഞ്ഞാല് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവോ എന്ന് പരിശോധിക്കാനായിട്ട് നമ്മൾ റെഫറൻസ് ചെക്ക് ഉപയോഗിക്കാറുണ്ട്. പിന്നെ എന്താണ്, ചെക്ക് ദ ഒമിഷൻ ഓഫ് ദ ഇൻഫോർമേഷൻ. Sometimes the candidate may not give an detail related to their background because they believe that it will reduce their chances of employment. ചിലവര് എന്താണ് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് തയ്യാറാവില്ല. അവർ വിശ്വസിക്കുന്നത് എന്താണ്, നമുക്ക് എംപ്ലോയ്മെന്റ് അല്ലെ ജോലി കിട്ടാനായിട്ട് ചിലപ്പോ ആ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ചിലപ്പോൾ ഒരു നമ്മൾ എടുക്കാതിരിക്കാനായിട്ട് ഒരു കാരണമാവാം എന്നവർ വിശ്വസിക്കുന്നുണ്ട് ചിലവര്. ഇപ്പോ ചിലവര് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് തരില്ല. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, മോസ്റ്റ് ഓഫ് ദി എംപ്ലോയേഴ്സ് വാണ്ട് ടു ചെക്ക് വെദർ ദ കാൻഡിഡേറ്റ് ഹാസ് എനി ക്രിമിനൽ റെക്കോർഡ്സ് ഓർ നോട്ട്. അപ്പൊ എന്താണ്, ഇങ്ങനെയുള്ള ക്രിമിനൽ റെക്കോർഡ്സോ അല്ലെങ്കിൽ മറ്റു ഞാൻ പറഞ്ഞില്ലേ ഫിനാൻഷ്യൽ ലോസസ് ഒക്കെ ആയിട്ട് വരുന്ന നമ്മൾ മുൻപ് വർക്ക് ചെയ്തിരുന്നത് ഫിനാൻഷ്യൽ ലോസസോ അല്ലെങ്കിൽ ക്രിമിനൽ ആയിട്ടുള്ള കേസുകളിൽ അല്ലെങ്കിൽ ക്രിമിനൽ റെക്കോർഡ്സ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവര് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരാൻ തയ്യാറാവില്ല അല്ലെ. അപ്പോ എന്താണ്, ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ്ങിലൂടെ എംപ്ലോയർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അതിനും എന്ത് ഉപയോഗിക്കുന്നുണ്ട്, റഫറൻസ് ചെക്ക് ഉപയോഗിക്കുന്നുണ്ട്. Serve as a predictor of job success. Reference check is used to predict the ability of the job applicant to perform the task and duties. Hence, it can be used to forecast the job success. നമ്മള് റെഫറൻസ് ചെക്കിങ്ങിലൂടെ നമുക്ക് എന്താണ് ഓരോ കാൻഡിഡേറ്റിന്റെ എന്താണ് സ്കില്ല്, നോളജ് ഇതൊക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ അവൻ മുമ്പ് വർക്ക് ചെയ്തിരുന്നിടത്ത് എങ്ങനെയായിരുന്നു, ഏതൊക്കെ ഡ്യൂട്ടീസുകളാണ്, ഏതൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് അവൻ ചെയ്തിരുന്നത്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് അവൻ വർക്ക് ചെയ്തിരുന്നത്, അതുപോലെ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ആ കറക്റ്റ് റെഫറൻസ് ചെക്കിങ്ങിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർഗനൈസേഷനിലും ഇയാളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഫ്യൂച്ചറിൽ സക്സസ് ഉണ്ടാവോ ഇല്ലയോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ പറയുന്നത്, വില്ലിംഗ്നെസ് ടു ദ പാസ്റ്റ് ഓർ കറന്റ് എംപ്ലോയർ ടു റീഹയർ ദ അപ്ലിക്കന്റ്. ഇഫ് ദ പ്രീവിയസ് ഓർ കറന്റ് എംപ്ലോയർ ടു ഈഗർ to rehire the applicant, it helps to get a clear view of the candidate potential. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ ഇപ്പൊ കുറെ ഇപ്പൊ 5 വേക്കൻസി ആണ് ഉള്ളതെങ്കിൽ കുറെ അധികം ആളുകൾ കാൻഡിഡേറ്റ്സുകൾ വരും അല്ലെ. അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് കുറെ അധികം ആളുകൾ വരും. ഒരു 19 ആള് ചിലപ്പോൾ വരാറുണ്ട് അല്ലെ. അങ്ങനെ വരുമ്പോൾ എന്താണ്, അവരെ ഹയർ ചെയ്യുമ്പോൾ ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള, ഏറ്റവും നോളജ് ഉള്ള, ഏറ്റവും സക്സസ്ഫുൾ ആകും നമുക്ക് തോന്നുന്ന ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ഇപ്പൊ ചിലപ്പോ ഒരു വേക്കൻസി മാത്രം ഉള്ളതെങ്കിൽ കുറെ അധികം ആളുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മള് എന്താണ് ഒരാളെ മാത്രം നമുക്ക് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ വന്നവര് ഭൂരിഭാഗവും പേര് അല്ലെങ്കിൽ വന്നവരില് 5 പേരും നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള ആളുകളാണെങ്കിൽ അതിൽ നിന്ന് ഒരാളെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ആളെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ, റെസ്യൂം ഉണ്ടാവും നമുക്ക്. അപ്പൊ എന്താണ്, നെക്സ്റ്റ് ഇയേഴ്സ് ഒക്കെ എന്തെങ്കിലും വാക്കൻസി വരുമ്പോൾ നമുക്ക് റീകൈവ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ നമുക്ക് നമ്മുടെ കമ്പനിയിലോട്ട് കയറ്റാൻ പറ്റും. നമുക്കറിയാൻ പറ്റും ഇന്നാളെ. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ആയാലും അതുപോലെ തന്നെ ഇന്റർവ്യൂ ചെയ്ത കാര്യങ്ങളായാലും നമ്മൾ റിവൈസ് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സ്കില്ലും നോളജും അയാൾക്ക് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിലൂടെയും അതുപോലെ തന്നെ അവരുടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം കാലങ്ങളിൽ നമ്മൾ ഈ ചാപ്റ്റേഴ്സ് തുടങ്ങിയപ്പോൾ എന്താണ് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു വെക്കാറുണ്ട്, ഡീറ്റെയിൽസുകൾ എടുത്തു വെക്കാറുണ്ട് അല്ലെ. ആണോ, ഓർക്കുന്നുണ്ടോ നിങ്ങള്? അപ്പൊ അതിലൂടെ എന്താണ് റീഹയർ ചെയ്യാനായിട്ട് അടുത്ത വർഷം എന്തെങ്കിലും വേക്കൻസി വന്നാല് ഈ ആളുകളെ തന്നെ റീഹയർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് കേട്ടോ. സിഗ്നിഫിക്കൻസ് പെർഫോമൻസ് ഓഫ് റെഫറൻസ് ചെക്കിങ്. 5 കാര്യങ്ങൾ.
മൂന്നാമത്തത് പറയണോ? മൂന്നാമത്തത് പറഞ്ഞാൽ എന്താണ്? ചെക്ക് ദ ഒമിഷൻ ഓഫ് ഇൻഫോർമേഷൻ. Sometimes the candidate may not give the details related to their background because they believe that it will reduce their chance of employment. Most of the employers want to check whether the candidate has any criminal records or not. ചിലപ്പോ ചില കാൻഡിഡേറ്റ്സിന് എന്താണ് പ്രീവിയസ് എംപ്ലോയ്മെന്റിൽ നിന്ന് പുറത്താക്കിയത് ചിലപ്പോ ഫിനാൻഷ്യൽ ലോസ്, കമ്പനിക്ക് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളോ ഒക്കെ ആണെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ ചാൻസ് ഉണ്ടല്ലേ. അപ്പൊ അങ്ങനെ നമ്മുടെ കമ്പനിയിലേക്ക് വരുന്ന എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ, കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് എന്താണ് ഈ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് എഴുതാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഇല്ലേ? ഇപ്പൊ നമ്മളായാലും നമ്മുടെ കമ്പനിയിലേക്ക് എടുക്കുന്നത് നല്ല രീതിയിലുള്ള നല്ല സ്വഭാവമുള്ള ആളുകളെ വേണമെന്നാണ് നമ്മൾ എന്താണ് നമ്മള് ബിലീവ് ചെയ്യുന്നത് അല്ലെ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം അല്ലെ? അങ്ങനെയല്ല അക്ഷര ഒരു കമ്പനി എന്താ ബിൽഡപ്പ് ചെയ്യുകയാണെങ്കിൽ അക്ഷരയുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളും ആരായിരിക്കണം? നല്ല രീതിയിൽ സക്സസ്ഫുൾ ആക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല സ്വഭാവമുള്ള ആളുകളെ വേണം തിരഞ്ഞെടുക്കാൻ ആഗ്രഹം ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ഈ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളൊക്കെയാണ് നമ്മളെ കമ്പനിയിലോട്ട് വരുന്നതെങ്കിൽ അവര് ചിലപ്പോൾ തയ്യാറാവില്ല, എന്താണ് റെഫറൻസ് ചെയ്താനായിട്ട് തയ്യാറാവില്ല. ഇങ്ങനെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും ഫിനാൻഷ്യൽ ലോസസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വന്ന ആളുകളാണെങ്കിൽ. അപ്പോ അവർക്ക് അവർക്ക് എന്തായാലും കൃത്യമായിട്ട് അറിയാൻ പറ്റും, ഞാൻ ഇങ്ങനെയുള്ള ആളായതുകൊണ്ട് തന്നെ ഈ കമ്പനിയിലേക്ക് എടുക്കാനായിട്ട് ചാൻസ് ഇല്ല. ഓക്കെ, അപ്പൊ അവര് എഴുതാൻ തയ്യാറാവില്ല, ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും എഴുതില്ല. പിന്നെ ഈ റെഫറൻസ് ചെക്കിങ്ങിലൂടെ എംപ്ലോയർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയുള്ള ആളുകളാണ് എന്നുള്ളത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മെത്തേഡ്സ് ഓഫ് റെഫറൻസ് ചെക്കിങ്. First one എന്താണ്? Internet based reference. Internet based reference is the method of enquiring and checking the information given by the candidate online with the help of the computer. നമുക്കറിയാം ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കാൻഡിഡേറ്റിന്റെ ഡീറ്റെയിൽസുകൾ നമുക്ക് എങ്ങനെയാണ് കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള റെഫറൻസ് ചെക്കിങ്ങിന് അല്ലെ, എൻക്വയറീസിനായാലും റെഫറൻസ് ചെക്കിങ്ങിനായാലും സാധിക്കുന്നത് കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. ദിസ് മെത്തേഡ് ദ എംപ്ലോയർ യൂസ് ദ വാരിയസ് സെർച്ച് എൻജിൻസ് സച്ച് ആസ്. ഇനി കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് റെഫറൻസ് ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോ അതിന് ഉപയോഗിക്കുന്ന സെർച്ച് എൻജിൻസ് ഏതൊക്കെയാണെന്ന് പറയുന്നത് ഗൂഗിള്, യാഹൂ ഇതിലൂടെയൊക്കെയാണ് ഇൻഫർമേഷൻസ് എടുക്കുന്നത്. To verify the information provided by the candidate is true or not. Okay. Nowadays, the internet-based reference check are becoming popular in India among the various organizations because now employers want to make less effort for reference check. അതുപോലെ തന്നെ ഇപ്പോ റെഫറൻസ് പരിശോധനകൾക്കായിട്ട് തൊഴിലുടമകൾ കുറച്ച് ശ്രമം നടത്താനായിട്ട് ആഗ്രഹിക്കുന്നതിനാൽ എന്താണ് വിവിധ സ്ഥാപനങ്ങൾക്കിടയിൽ ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് പരിശോധനകൾ ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ട്. ഇന്ത്യയിലും എന്താണ് ഇങ്ങനെയുള്ള ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസും ചില കമ്പനീസിലും പ്രചാരത്തിലുണ്ടെന്നാണ് പറയുന്നത്.
അത്രയും കാര്യങ്ങളാണ് ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ. കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് റെഫറൻസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അത് സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? യാഹൂ ഉണ്ട്, ഗൂഗിൾ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇതില് എംപ്ലോയേഴ്സ് ഇതിലൂടെ ഡീറ്റെയിൽസുകളൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ആണോ ഇല്ലയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൾട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ, എന്തെങ്കിലും മിസ്റ്റേക്കുകളോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് പറയുന്നത് ടെലഫോൺ റെഫറൻസ്. അപ്പൊ അതെന്താണ്? ടെലഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെ റെഫറൻസ് സ്വീകരിക്കുന്നത്, എടുക്കുന്നത്. This is the one of the easiest method of reference check. അപ്പൊ ടെലഫോൺ റെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസിയസ്റ്റ് മെത്തേഡ് ആണ് റെഫറൻസ് ചെക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള മെത്തേഡ് ആണ് ഇതെന്ന് പറയുന്നത്. ടെലഫോൺ റെഫറൻസ് എന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്യാൻ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ആണ്. In this method, the employer may verify the candidate's information over phone. അല്ലെ, ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് എന്തെന്ന് ചെയ്യുന്നത്? എംപ്ലോയീസ് ഇങ്ങനെയുള്ള റെഫറൻസ് ചെക്ക് നമ്മൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് എടുക്കുന്നത്. ടെലഫോൺ റെഫറൻസ് ചെക്ക് allow the employer to assist on the candidate's previous employer and then determine the truthfulness of the data about the applicant. അപ്പൊ എന്താണ്? ടെലിഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിപ്പോ പ്രീവിയസ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള കമ്പനീസിലെ എംപ്ലോയറിനോട് നമുക്ക് ഡീറ്റെയിൽസുകൾ ചോദിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്, ഏറ്റവും ഈസി വേയിലുള്ള മെത്തേഡാണ് റെഫറൻസ് ചെക്കിങ്ങിന് ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ത്? ടെലഫോൺ റെഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് പറഞ്ഞു, ടെലഫോൺ റെഫറൻസ് പറഞ്ഞു. വായിച്ചു കൊടുക്കാം രണ്ട് കാര്യങ്ങൾ കേട്ടോ. It's okay. നോക്കാലോ. ഇനിയാണ് റിട്ടൺ റെഫറൻസ്. എഴുതിക്കൊണ്ട് അല്ലെ, നമ്മൾ എഴുതിയെടുത്ത് അങ്ങനെയുള്ള റെഫറൻസ് ആണ് ചെയ്യുന്നത് കേട്ടോ. എഴുതിയിട്ടുള്ളത് നോക്കാം. ദിസ് ഈസ് മെത്തേഡ്. In this method, a letter is used to check or enquire the information about the candidate. Letter വഴിയാണ് നമ്മൾ കാൻഡിഡേറ്റിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. The large amount of information is collected by the HR department of the candidates previous organization. HR department ആണ് എംപ്ലോയീസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്യുന്നത്. The data collected by the HR department and the previous employer of the candidate, who's the name,
has been mentioned by the candidate. HR ഡിപ്പാർട്ട്മെന്റിലാണെന്ന് പറഞ്ഞു അല്ലെ, കാൻഡിഡേറ്റിനെ കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യും, ഈ കാൻഡിഡേറ്റ് പ്രീവിയസ് എംപ്ലോയ്മെന്റിൽ നമ്മൾ എംപ്ലോയറിന്റെ ഡീറ്റെയിൽസുകൾ കൊടുക്കും. ഓക്കെ, നെയിം മെൻഷൻ ചെയ്യും. അപ്പം അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും റിട്ടേൺ ചെയ്തവരെടുക്കുന്നത്. ദിസ് ഈസ് മെത്തേഡ് ഈസ് വെരി ടൈം കൺസ്യൂമിങ്. അപ്പൊ എന്താണ്, നമ്മൾ എഴുതിയെടുക്കുന്നത് കൊണ്ട് തന്നെ വളരെ ടൈം കൺസ്യൂമിങ് ആണ്. ടൈം പോകും. ഓരോരുത്തരുടെയും ഓരോ എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ ഓരോ കാൻഡിഡേറ്റിന്റെയും ഇൻഫർമേഷൻസ് ഇങ്ങനെ വിളിച്ച് ചോദിച്ച് നമ്മൾ റിട്ടേൺ ചെയ്ത് വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. ടൈം കുറെ പോവാൻ ചാൻസ് ഉണ്ട്, ടൈം കുറെ എടുക്കുന്നുണ്ട്. അപ്പോ ഈസിയസ്റ്റ് മെത്തേഡ് ഏതാണ്? ടെലഫോൺ റെഫറൻസ് ആണ്. അതുപോലെ തന്നെ ടൈം കൺസ്യൂമിങ് ചോദിക്കാവുന്നതാണ്. ഏത് മെത്തേഡാണ്, ഏത് തരത്തിലുള്ള റെഫറൻസ് ആണ് ടൈം കൺസ്യൂമിങ് എന്ന് പറയുന്നത്? റിട്ടേൺ റെഫറൻസ് ആണ്. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. The question is a written request reference should be direct, simple and related to the job. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുന്ന ഓരോ കാര്യങ്ങളും അല്ലെ, ജോബുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതായിരിക്കും, റിലേറ്റഡ് ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. റിട്ടേൺ റെഫറൻസ് ഷുഡ് ബി യൂസ്ഡ് ഫോർ എക്സെപ്റ്റ് ആൻഡ് നോൺ എക്സെപ്റ്റ് എംപ്ലോയീസ്. അപ്പോ ഇവിടെ നമ്മൾ എന്താണ് എക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് നോൺ എക്സെപ്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള എംപ്ലോയീസിന്റെ എല്ലാ റെഫറൻസും നമ്മൾ എന്താണ് ഈ പുറത്താക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മള് അങ്ങനെയുള്ള രണ്ട് പേരുടെ രണ്ട് എംപ്ലോയീസിൽ എക്സെപ്റ്റ് ആയിട്ടുള്ളത് നോൺ എക്സെപ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെയും റെഫറൻസുകൾ നമ്മൾ റിട്ടേൺ ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഈ രീതിയിലൂടെയാണ് റിട്ടേൺ റെഫറൻസ് എടുക്കുന്നത്. ക്ലിയർ ആയില്ലേ? പ്രീവിയസ് എംപ്ലോയറിന്റെ നെയിം അവർ സജസ്റ്റ് ചെയ്യും. അതിലൂടെ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിൽ നിന്ന് ഇൻഫർമേഷൻസ് നമ്മൾ റിട്ടേൺ ചെയ്തെടുക്കും. HR ഡിപ്പാർട്ട്മെന്റ്സ്. ഇനി പേഴ്സണൽ റെഫറൻസ്. Any organization hereby give reference form to the candidate in which the name of a non-people is requested. It is lengthy process and sometimes this process is not useful. Personal reference should only be used in those cases where there is no options for any other reference. This is method employees get a clear picture of the candidate because the type of reference check is conducted by the people who know very little about the candidate. എന്താണ് മനസ്സിലായോ? നിങ്ങൾ വായിച്ചപ്പോ എന്താണ് പേഴ്സണൽ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല സ്ഥാപനങ്ങൾക്കും സ്ഥാനാർത്ഥികൾ അല്ലെ കാൻഡിഡേറ്റ്സിന്റെ റെഫറൻസുകളുമായിട്ട് റെഫറൻസ് ഫോമുകൾ നൽകുന്നുണ്ട്. അപ്പൊ അതിൽ അറിയപ്പെടുന്ന ആളുകളുടെ പേരുകൾ അഭ്യർത്ഥിക്കുന്നുണ്ട് അവര്. അപ്പൊ എന്ത് ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ ഒരു റെഫറൻസ് ഫോം ഫില്ല് ചെയ്യുമ്പോൾ എനിക്കറിയാവുന്ന അല്ലെങ്കിൽ എന്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും അടുത്തറിയുന്ന ആളുടെ പേര് ഞാൻ അതിൽ എഴുതി കൊടുക്കും. എന്നിട്ട് അവരോട് ഇവര് ചോദിച്ച് മനസ്സിലാക്കുന്നു. മനസ്സിലായോ? അതാണ് പേഴ്സണൽ റെഫറൻസ്. നമുക്ക് ഏറ്റവും കാൻഡിഡേറ്റിന് ഏറ്റവും അടുത്തറിയാവുന്ന ആളുടെ പേര് സജസ്റ്റ് ചെയ്തിട്ട് ആ പേരുകൾ അഭ്യർത്ഥിക്കുന്നുണ്ട് അവര്. ആ പേരുകൾ അഭ്യർത്ഥിക്കുന്നതിലൂടെ ഏതെങ്കിലും ഒരാളുടെ ആളോട് കോണ്ടാക്ട് ചെയ്ത് ഇൻഫർമേഷൻസ് എടുക്കുന്നു. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പേഴ്സണൽ റെഫറൻസ്. കാൻഡിഡേറ്റിന് ഏറ്റവും അടുത്തറിയാവുന്ന അല്ലെങ്കിൽ എന്താണ് അറിയപ്പെടുന്ന ആളുകളുടെ പേരുകൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്താ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതറിയാലോ. ഇൻ ദിസ് മെത്തേഡ് the employers can use the educational institutions to verify the candidate's information. This method is used to check the integrity of the educational records provided by the candidate. Educational institution അല്ലെ കാൻഡിഡേറ്റിന്റെ ഇൻഫർമേഷൻസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, ഉദ്യോഗാർത്ഥികൾ നൽകുന്ന വിദ്യാഭ്യാസ രേഖയുടെ അടിസ്ഥാനത്തിൽ അത് പരിശോധിക്കുന്നതിനെയാണ് ഈ രീതി എന്ന് പറയുന്നത്. കിട്ടാറുണ്ടല്ലേ, കുട്ടാണ് അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് അതുപോലെ TC ഒക്കെ നൽകുമ്പോൾ അത് നല്ല ഞാൻ പറയുന്നത് പറഞ്ഞിട്ട് നമുക്ക് എഴുതി തരാറുണ്ടല്ലോ അവിടെ നിന്ന്. ഓക്കെ, അപ്പോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അത്തരത്തിലുള്ള റെഫറൻസുകൾ ശേഖരിക്കാവുന്നതാണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി. ഓക്കെ,
അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കാൻഡിഡേറ്റിന്റെ ഇൻഫർമേഷൻസ് നമുക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. നമുക്ക് കോൺടാക്ട് ചെയ്ത് അവരെ വിളിക്കാം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ എങ്ങനെയാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നല്ല രീതിയിലാണ് നമ്മുടെ സ്വഭാവങ്ങൾ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ക്വാളിറ്റി, സ്കില്ല്, നോളജ് ഇതൊക്കെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്നത് വഴി നമുക്ക് കാൻഡിഡേറ്റിനെ കുറിച്ചുള്ള എല്ലാ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതും ഒരു തരത്തിൽ പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെയുള്ള റഫറൻസിന്റെ മെത്തേഡ് ആണെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? അയച്ചു നോക്കുമോ? അഞ്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. അയച്ചു കഴിഞ്ഞാൽ തമ്മിടണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. കഴിഞ്ഞോ? ഇനി നെക്സ്റ്റ് ആണ് സെലക്ഷൻ ഓർ ഹയറിംഗ് ഡിസിഷൻ എന്താണ് നല്ലതല്ലേ? നോക്കാം. എന്താണ് സെലക്ഷൻ ഓർ ഹയറിംഗ് ഡിസിഷൻ should be made after interviewing the candidate for a position. Selection or hiring decision should be made after interviewing the candidate for a position. അല്ലെ, നമ്മൾ ഇന്റർവ്യൂ ചെയ്തതിനു ശേഷം പല പല മെത്തേഡുകൾ ഉപയോഗിച്ച് പല പല ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്ത് ഇന്റർവ്യൂ ചെയ്തതിനു ശേഷമാണ് ഇന്നാളെ സെലക്ട് ചെയ്യാം ഒരു ഡിസിഷനിലേക്ക് നമ്മൾ എത്തുന്നത്, അല്ലെ, തീരുമാനത്തിലേക്ക് എത്തുന്നത്. The employer must identify which candidate is suited for the job. എന്താണ് എംപ്ലോയർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ഈ ഡിസിഷനിലൂടെ ഏത് കാൻഡിഡേറ്റ് ആണ് നമ്മുടെ കമ്പനിക്ക് ലഭിച്ചത്, സക്സസ്ഫുൾ ആകാനായിട്ടുള്ള പെർഫോമൻസ് തരുന്ന ആൾ ആരാണ്, അത്ര സ്കില്ലുള്ള നോളജ് ഉള്ള നല്ല രീതിയിലുള്ള ഡ്യൂട്ടീസ് ഒക്കെ തിരഞ്ഞെടുത്ത് ചെയ്യാനായിട്ടുള്ള ക്യാപ്പബിൾ ആയിട്ടുള്ള കഴിവുള്ള ആൾ ആരാണ് എന്നുള്ളത് എംപ്ലോയർ ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. Hiring decisions are considered as the most important business decision which an employer task. Hiring decision പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഓർഗനൈസേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്, അല്ലെ, ഒരു ബിസിനസ് ഡിസിഷൻ ആണ് നമുക്ക് പറയാൻ പറ്റും, അല്ലെ. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആള് നല്ല രീതിയിലല്ല, അല്ലെങ്കിൽ എന്താണ് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള രീതിയിലല്ല ഒരാളാണെങ്കിൽ എന്താണ് നമ്മുടെ കമ്പനിക്ക് ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഹയർ ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കമ്പനിയെ ഏറ്റവും ബാധിക്കുന്ന ഒരു കാര്യമാണ്. കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. Thus, the hiring decision are vital for the success of the organization. അല്ലെ, the poor hiring decision can have the serious consequences. നമുക്കറിയാം, നല്ല രീതിയിലല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ തീരുമാനം തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്, കമ്പനിക്ക് ലോസ്, അതുപോലെ തന്നെ കമ്പനിയുടെ ഇമേജ് താഴാനായിട്ട് ചാൻസ് ഉണ്ട്.
അപ്പൊ നമ്മുടെ എപ്പോഴും നമ്മൾ പുവർ ഹയറിംഗ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലല്ല നമ്മൾ ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ അതിനെ പരിണിത അപ്പൊ അതിന്റെ പരിണിത ഫലങ്ങളെ കുറിച്ച് നമ്മൾ അറിയണോ അല്ലെ. നല്ല രീതിയിൽ നമ്മൾ ഹയറിംഗ് ഡിസിഷൻ എടുക്കാനായിട്ട് നോക്കാം. Managers must determine whether the candidate is capable of performing the job effectively and whether he or she has all skills or experience and education which are essential for the job. നമ്മുടെ ജോബിന് ഏറ്റവും വേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കമ്പനിക്ക് ഏത് പൊസിഷനിലേക്കാണോ ആളുകളെ വേണ്ടത് ആ പൊസിഷനിലേക്ക് ഏറ്റവും സ്കിൽ ആയിട്ടുള്ളതും നോളജ് ഉള്ളതും എക്സ്പീരിയൻസ് ആയിട്ടുള്ള നല്ല വെൽ എന്താണ് നോളജ് ഉള്ള ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ആളെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് ഏതിലൂടെ സെലക്ഷൻ അല്ലെങ്കിൽ ഹയറിംഗ് ഡിസിഷനിലൂടെ. ഫോളോയിങ് പോയിന്റ്സ് മസ്റ്റ് ബി taken into account by making hiring decision. ഇനി hiring decision-നുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ നമ്മൾ നോക്കണമെന്നുണ്ട് കേട്ടോ. എക്സ്പീരിയൻസ് നോക്കാം, വർക്ക് ഹിസ്റ്ററി, അതുപോലെ തന്നെ നോളജ് എബിലിറ്റി നോക്കണം, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസുകള്, അതുപോലെ എബിലിറ്റി ടു സോൾവ് ലോജിക്കൽ പ്രോബ്ലംസ്. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ലോജിക്കൽ പരമായിട്ട് അത് സോൾവ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കാം. മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടാവണം. എന്താണ് കമ്മിറ്റ്മെന്റ് അല്ലെ, അതുപോലെ തന്നെ മോട്ടിവേഷൻ ടു പെർഫോം ദ ജോബ് ഇൻ ദ കമ്പനി അല്ലെ. നല്ല രീതിയിൽ മറ്റുള്ളവരെ മോട്ടിവേഷൻ കൊടുത്ത് പെർഫോം ചെയ്യിക്കാനായിട്ടുള്ള കഴിവുണ്ടാവാം. കമ്മിറ്റ്മെന്റോട് കൂടി പെരുമാറാനായിട്ടുള്ള ഒരു രീതിയിലുള്ള ആളായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഹയറിംഗ് ഡിസിഷനിൽ വരുന്നത്. പോയിന്റ്സ് ഒന്ന് നോക്കി വെക്കാം. ഇനി എന്താണ് ഹയറിംഗ് അപ്രോപ്രിയേറ്റ് കാൻഡിഡേറ്റ്സ് ഫോർ ദ ഓർഗനൈസേഷൻ ഈസ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കുക എന്നത് വളരെ ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. നമ്മൾ എത്രയോ ആലോചിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ എംപ്ലോയർ ആണ് ഒരു ആളെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അയാളിൽ നിന്ന് എന്തെങ്കിലും പ്രോബ്ലം കമ്പനിക്ക് ഉണ്ടായാൽ ഞാൻ മറ്റുള്ളവര് ആരെയാണ് വിരൽ ചൂണ്ടുന്നത്? എംപ്ലോയറെ ആയിരിക്കും. എംപ്ലോയർ ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ എംപ്ലോയറെ വിരൽ ചൂണ്ടുള്ളൂ അല്ലെ ആളുകള് മറ്റുള്ളവരെ. ഓക്കെ, ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വെരി ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് ഹയറിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്, തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്. If the employer has any doubt about the candidate's ability, then he or she should not hire the person. എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ ഇവൻ കറക്റ്റ് ആകില്ല, സക്സസ്ഫുൾ ആകില്ല എന്ന് നമ്മൾ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യാം? ഹയർ ചെയ്യാണ്ടിരിക്കാം. ഓക്കെ, ദിസ് ഈസ് ദ ഫണ്ടമെന്റൽ റൂൾസ് ഓഫ് മേക്കിംഗ് ഹയറിംഗ് ഡിസിഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഹയറിംഗ് ഡിസിഷനിൽ പറയുന്നത്. വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. വെരി വെരി സ്മോൾ സെന്റൻസ് ആണല്ലേ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ ഹയറിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്? പോയിന്റ്സ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? എടുത്തതില് ഓക്കെ ആണോ? എന്തൊക്കെ ചെയ്യട്ടെ മിസ്? ക്ലിയർ അല്ലേ എല്ലാ കാര്യങ്ങളും? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും വായിച്ച് മനസ്സിലാക്കി വരാം കേട്ടോ. ഓക്കെ.